ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു പോത്തുംകാൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ബീഫ് കഴുകി വൃത്തിയാക്കി. അപ്പോൾ ആവശ്യമായിട്ടുള്ള സവാള, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പിന്നെ അതെന്തോ ഒരു ഇല, എനിക്കറിയില്ല പേര്, പിന്നെ കുരുമുളക് പൊടി, ചെറിയ ജീരകം, ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, ചെറിയ ഉള്ളി. അപ്പോൾ ചെറിയ ഉള്ളിയാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. ചെറിയ ഉള്ളി എത്ര എടുക്കാൻ പറ്റുമോ അത്ര നിങ്ങൾക്ക് എടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആവശ്യമായിട്ടുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ബീഫ് മസാല. അപ്പോൾ അതെല്ലാം സെറ്റാക്കി വെക്കുക. അടുപ്പിലൊരു പാത്രം വെക്കുക. പുകയൊക്കെ ഉണ്ടാവും, അടുപ്പല്ലേ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ വെളിച്ചെണ്ണ ഇങ്ങനെയെന്ന്, തണുപ്പല്ലേ. വെളിച്ചെണ്ണ ചൂടായതിൻ്റെ ശേഷം നമ്മളെ ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. വലിയ ജീരകം ഉണ്ടെങ്കിൽ വലിയ ജീരകം ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. നമ്മൾ ജീരകം എല്ലാം പൊട്ടിയതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. അടുത്തത് ചുവന്നുള്ളിയാണ്. നമ്മളെ ഈ റെസിപ്പിയിൽ മെയിനായിട്ടുള്ളൊരു ഘടകമാണ്. നല്ല ടേസ്റ്റാണ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ. എനിക്ക് പിന്നെ കൂടുതൽ പൊളിക്കാനുള്ള മടിയുകൊണ്ട് ഞാൻ കുറച്ചാക്കിയിട്ടുള്ളൂ. ശേഷം അതെല്ലാം നല്ല വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ ഉപ്പിൻ്റെ പാത്രം വളരെ ക്യൂട്ടായിട്ടില്ലേ, മഞ്ചേരി ബഡ്ജറ്റിൽ നിന്ന് ഓഫർ ഉണ്ടായപ്പോൾ മേടിച്ചതാട്ടോ. ശേഷം പച്ചമുളക്, പിന്നെ എന്തിൻ്റെയോ ഇല, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്. ശേഷം അതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും ഒക്കെ പച്ചമണം നന്നായിട്ട് പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കാം. ഈ ടൈമിൽ നമ്മൾ തീ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മസാല പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ശേഷം കുറച്ച് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുറച്ച് സ്പൈസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കുരുമുളക് കുറച്ച് കൂടുതലാക്കിയിട്ട് ഇടാം. മുളക് പൊടിയുടെ അളവ് കുറച്ചാൽ മതി. അത് പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ ടൊമാറ്റോ പറയാൻ മറന്നു. അപ്പോൾ ടൊമാറ്റോ നമുക്ക് എന്താക്കുക, ജ്യൂസ് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം. കഷ്ണം മുറിച്ചിട്ട് ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ അരച്ചിട്ടിടാനാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ നോക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പോത്തിൻ്റെ കാലിട്ട് കൊടുക്കാം. ശേഷം പോത്തുംകാല് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ എല്ല് ഉയർന്നു നിൽക്കുന്ന ആ പരുവം വരെ വെള്ളം ഒഴിക്കണം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മണിക്കൂർ നേരം ഈ അടുപ്പിൽ കിടന്നിട്ട് വേവട്ടെ. അപ്പോൾ ഇടയ്ക്കൊക്കെ വന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പോത്തുംകാല് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഞാനിത് താളിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ഉള്ളിയും കരിവേപ്പിൻ്റെ ഇട്ടിട്ട് നന്നായിട്ട് തൂമിച്ചിട്ട് ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ പോത്തുംകാല് അടിപൊളിയായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ മജ്ജ എടുക്കുന്ന ഈ പ്രോസസ്സ് നല്ല രസമുള്ള കാര്യം കേട്ടോ. പോത്തുകാലിൻ്റെ കൂടെ നമുക്ക് പൊറോട്ട, ടയർ പത്തിരി, നെയ്ച്ചോറ്, ഇതെല്ലാം നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇതിന് മസാലയും നല്ല ടേസ്റ്റാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ഈ മജ്ജ കേട്ടോ, അത് മജ്ജ തന്നെ. Oh my god. കുറേ നേരം കുത്തിയിട്ട് കുറച്ച് മജ്ജയാണ് കിട്ടിയത്, അതിൽ ഇഷ്യൂ ഉണ്ടായി. അവസാനം എനിക്കൊന്ന് കിട്ടി, അവളെടുക്കാൻ നോക്കിയതാണ്, ഞാൻ പെട്ടെന്ന് വായിക്കട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.